ഹലോ, നമുക്കൊരു ബോട്ടിൽ ആർട്ട് ചെയ്താലോ? കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യണം. എന്നിട്ട് എല്ലാ സാധന സാമഗ്രികളും ഞാൻ സംഘടിപ്പിച്ച് അടുത്ത് വെച്ചു. ഇത് മാത്രമല്ല, ഇതെല്ലാം ഞാൻ കുറച്ച് നാൾക്ക് മുമ്പ്, അതായത് റീസെൻ്റ്ലി ആണ് ഞാൻ കൊണ്ടുവന്ന് വെച്ചത് കേട്ടോ. അത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. പക്ഷേ ഈ ബോട്ടിൽ എന്ന് പറഞ്ഞ സാധനങ്ങളുണ്ടല്ലോ, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി തന്നെ ഞാൻ കൂട്ടി 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 വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ എണ്ണം ഞാൻ കൂട്ടാണ്ടായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാലോ എൻ്റെ സ്വഭാവം ഭയങ്കര മടിയായതുകൊണ്ട് ചെയ്യത്തില്ല. പിന്നെ അതുപോലെ ഇവരെന്നെ ഇടയ്ക്ക് തളർത്താറുണ്ട്. അതായത് ഇതൊക്കെ ചെയ്യാനാണോന്ന്. കാരണം അവർ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഞാൻ ചെയ്യത്തില്ല എന്ന് എനിക്കും അറിയാം, അവർക്കും അറിയാം. അതെന്ന് വെച്ചാൽ കൊണ്ടുവന്ന് കുപ്പീൻ്റെ ഭംഗിയാണ്, ഹായ് നല്ല ഭംഗിയുള്ള കുപ്പി എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്ന് വയ്ക്കുന്നത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ചെയ്യാണ്ടിരിക്കും. അപ്പോൾ പിന്നെ അത് അവിടെ ഡംപ് ചെയ്ത് ആകെ നാശമാവും. കാരണം വീടിനകത്ത് നാട്ടിലുള്ള സകല കുപ്പികളും എൻ്റെ വീട്ടിലുണ്ട് എന്ന് വേണേൽ പറയാം. അപ്പോൾ പിന്നെ വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ കുറേയൊക്കെ പെറുക്കാണ്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. കാരണം ചെയ്യത്തില്ല എന്ന് വെച്ച്. പക്ഷെ കാണുമ്പോൾ പിൻട്രസ്റ്റിലും അതുപോലെ ഇൻസ്റ്റയിലൊക്കെ കാണുമ്പോഴത്തേക്കുണ്ടല്ലോ, ഹായ് എന്ത് ഭംഗിയാണ് കാണാണ്ട്, എന്ത് എളുപ്പത്തിലാണ് ചെയ്യുന്നത്, എന്ത് ഈസിയാന്നൊക്കെ വിചാരിക്കും. വെറുതെയാണ് ഗൈസ്, അത്ര ഈസിയൊന്നും ഇല്ല കേട്ടോ. കുറച്ച് ചെയ്യുന്നതിന് നല്ല എഫേർട്ട് ഉണ്ട്, കുറച്ച് ടൈം എടുക്കും. കുറച്ചല്ല, കുറച്ചധികം ടൈം എടുക്കും. അതുകൊണ്ട് ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പിന്നെ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ സെറ്റ് ആകുമായിരിക്കും കേട്ടോ. ഞാൻ പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും പ്രശ്നമൊക്കെ എനിക്കുണ്ടായിരുന്നു. പിന്നെ എന്നുണ്ടെങ്കിൽ ഈ കുപ്പി വന്ന കഥ പറയണ്ടേ ഇനി. ഈ കുപ്പി ആക്ച്വലി ഇവിടെ വാങ്ങിയതല്ല കേട്ടോ. കാരണം ഇവിടെ വാങ്ങിക്കുന്ന സാധനം പച്ച കളറുള്ള ബിയറൊക്കെ ഇല്ലേ, അങ്ങനത്തെ വാങ്ങിക്കുന്നത്. എനിക്ക് പിന്നെ ബിയർ എന്ന് പറഞ്ഞ സാധനമേ ഇഷ്ടമല്ല. കാരണം എന്തൊരു ചവർപ്പല്ലേ അതിന്, വൃത്തികെട്ട ചൊവ്വ, ഒട്ടും എനിക്കിഷ്ടമല്ല. പിന്നെ എന്നുണ്ടെങ്കിൽ ഈ കുപ്പി എനിക്കൊന്നു കണ്ണൻ ആരോ കൊടുത്തതാണ്. അപ്പോൾ ഞാൻ ഇത് ശംഖുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ശംഖു ഇനി കുപ്പി വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ വൈറ്റ് കളറിൽ, അതായത് ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ വാങ്ങിക്കണം. അപ്പോൾ ചെയ്യുമ്പോൾ കുറച്ച് പെയിൻ്റൊക്കെ ആണെങ്കിലും നമുക്കൊരു ലൈറ്റൊക്കെ അതിനകത്തിട്ട് ഞാൻ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. അപ്പോൾ ശംഖുവിൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ ഈ കുപ്പിക്കൊക്കെ ഭയങ്കര വിലയാണ്, അങ്ങനെ ഉദ്ദേശിക്കുന്ന പോലൊന്നുമല്ല. മറ്റേ വീറിന് എനിക്ക് തോന്നുന്നു 150 ആയിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ ഇതിന് ചിലപ്പോൾ അതിലും വില കൂടുതലായിരിക്കണം, അതായിരിക്കും. ഇനി ഞാൻ എക്സാജറേറ്റ് ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. എന്താണേലും സംഭവം വിലയാണെന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോൾ ആയിരിക്കാം കേട്ടോ. ഇതിൻ്റെ വില എനിക്കറിയാത്തത് കൊണ്ടാണ്. എന്തെങ്കിലും ആയിട്ട് സാരില്ല. പിന്നെ നാട്ടിലേക്ക് കുപ്പി ഇഷ്ടം പോലെ കിട്ടുമല്ലോ. പിന്നെ ഇവരെ കൊണ്ട് ഞാൻ വാങ്ങിപ്പിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. പിന്നെ ഞാൻ പറഞ്ഞതേയുള്ളൂ, ഇനി മേടിക്കുവാണെങ്കിൽ ഇത് വാങ്ങിക്കണമെന്ന്. അതെന്തെങ്കിലും ആവട്ടെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ പെയിൻ്റ് എല്ലാം ചെയ്ത് തുടങ്ങി. പിന്നെ രാത്രിയായിട്ടാണ്, വേറെ ഒന്നുമല്ല, ഇത് ചെയ്ത് പെയിൻറ്റ് ഉണങ്ങിയാലേ നമുക്ക് ഓരോന്നോരോന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ടൈം എടുത്താണ് ഓരോ കാര്യം ചെയ്തുകൊണ്ടിരുന്നത്. പിൻട്രസ്റ്റ് നോക്കിയിട്ടാണ് ഞാനിത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ പിൻട്രസ്റ്റിൽ ആ കറക്റ്റ് പിക്ചറാണ് കിടക്കുന്നത്. പക്ഷേ ചെയ്ത് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ, അതായത് ഒരു ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖമാണ് എൻ്റെ മനസ്സിലും പിന്നെ ആ പിക്കിൽ കണ്ടത്. ചെയ്ത് വന്നപ്പോൾ ഗൈസ് ഇങ്ങനെയായിരിക്കുന്നത്, ഇത് ചിരിക്കുന്നതാണ്. എനിക്കിടയ്ക്ക് നോക്കുമ്പോൾ എന്നെ കൊഞ്ഞനം കുത്തുന്ന പോലെയൊക്കെ തോന്നിയേ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ എന്തായാലും അങ്ങനെ ഇരിക്കില്ല, നമുക്ക് തലപ്പാവൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചരടോ വള്ളി, എന്താ പറയുന്നത്, ആ ഒരു സാധനം വെച്ചിട്ട് ചാക്കുനൂല് പോലെയൊക്കെ ഇരിക്കുന്നത് 90 രൂപയ്ക്ക് നമ്മൾ എറണാകുളത്ത് നിന്ന് വാങ്ങിയതാണ്. അത് വെച്ചൊരു തലപ്പാവൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ്. കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ ആൾക്കാരാണെങ്കിൽ ഉണ്ടല്ലോ, വീട്ടുകാർ സൂപ്പറായിട്ടുണ്ട് ചിക്കോ, അടിപൊളി അടിപൊളി, ഒരു രക്ഷയില്ല, മാരകം എന്നൊക്കെ പറഞ്ഞു. വിശ്വസിക്കാൻ പറ്റുമോ എന്നറിയില്ല. നിങ്ങൾ കണ്ടിട്ട് സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറയണേ. അപ്പോൾ നെക്സ്റ്റ് വീട്ടിൽ കാണാവരെ, ബൈ ബൈ.